തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞു വന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരയിൽ വള്ളം മുങ്ങി. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേർന്നു. ചന്തു, ഈ മുതലപ്പുഴയിൽ സ്ഥിരമാവുകയാണ് ഈ അപകടങ്ങൾ. ഈ വള്ളത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവർ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവരെ കരക്കെത്തിച്ചിട്ടുണ്ടോ? അല്പസമയം മുൻപാണ് മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധനം കഴിഞ്ഞ് നിറയെ മീനുകളുമായി മടങ്ങി വന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. കൂടാതെ ഇത് പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യവുമുണ്ടായി. വള്ളം പൂർണ്ണമായും മുങ്ങി. പക്ഷെ ഈ വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ഫിഷറീസ് ഗാർഡ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഈ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഈ ഫിഷറീസ് ഗാർഡിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അപകടം മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരുന്നു. ഒരു ശാശ്വത പരിഹാരം മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ടാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും വരുന്നുവെങ്കിലും മുതലപ്പുഴ വീണ്ടും അപകടപ്പുഴയായി തന്നെ തുടരുകയാണ്. സേതുലക്ഷ്മി. ശരി ചന്തു പറഞ്ഞ പോലെ തന്നെയാണ് മുതലപ്പുഴ ഇപ്പോൾ തുടർച്ചയായിട്ട് അപകടപ്പുഴയായി മാറുന്ന സാഹചര്യമാണ്. മത്സ്യബന്ധനം കഴിഞ്ഞു വന്ന വള്ളമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്.